ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ ട്രേഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം. രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാനായിട്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ ഒന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 8 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഇമോഷനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. ഈ കാർഡ് പറയുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന്. കാരണം എന്താ അറിയോ, ഇവിടെ നിങ്ങളിലുള്ള പ്രണയത്തെ താൽക്കാലികമായി മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഗോൾ നേടാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ലെറ്റ് ഇറ്റ് ഗോ എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ വേണ്ട എന്ന് വെച്ചു പോയ വ്യക്തിയിൽ നിന്നും നിങ്ങളും താൽക്കാലികമായിട്ട് ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കാണ് ഫോളോ ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ അവരെയാണ് കൂടുതൽ സ്നേഹിക്കുക, അവർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എന്നാൽ ചെറിയൊരു അകൽച്ച വരുമ്പോഴാണ് എന്തുകൊണ്ട് ഞാൻ എന്നെ മനസ്സിലാക്കിയില്ല, എന്തുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിച്ചില്ല എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ വരുന്നത്. അപ്പോൾ മുതലാണ് നിങ്ങൾ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നത്, സെൽഫ് ലവ് ചെയ്തു തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ തന്നെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ട് ഇടയാക്കിയത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലേ? അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു മാറ്റമാണ്. നിങ്ങളെന്ന വ്യക്തിയെ ഉണർത്താനുള്ള, നിങ്ങളെന്ന വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന തിരിച്ചറിവ് നൽകാനാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നത്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്കുള്ള യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമ്മളെ കാണുന്നില്ലല്ലോ എന്ന്, നമുക്ക് ദുഃഖം മാത്രമാണല്ലോ തരുന്നതെന്ന്. അല്ല, യൂണിവേഴ്സ് അങ്ങനെ നമ്മളെ ഒരിക്കലും ഒരു ആഴക്കടലിലും താഴ്ത്തില്ല. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി വരുവാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നമുക്ക് ചെറിയ ചെറിയ സങ്കടങ്ങൾ തരുന്നത്. എന്നാലല്ലേ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ലേ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാറ്, അല്ലേ? നമുക്ക് വരുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാറ്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടിയിട്ടല്ല ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നു. നമ്മൾ എത്ര കണ്ട് നമ്മളെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കാണുന്നുവോ, മറ്റുള്ളവരുടെ വിഷമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുവോ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നുവോ, ആ നിമിഷം മുതൽ നമ്മുടെ കാര്യങ്ങൾ യൂണിവേഴ്സ് നടത്തിത്തരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങളിലേക്ക് വരും. കാരണം ഇന്ന് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരെപ്പോൾ വരുമ്പോഴെങ്കിൽ വരട്ടെ, ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ എന്ന വ്യക്തി തളർന്നു പോകില്ല, തോറ്റു പോകില്ല, എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ടെന്ന വിശ്വാസം നിങ്ങൾക്ക് ഇപ്പം ഉണ്ട്, ഇല്ലേ? അപ്പോൾ നിങ്ങളിലേക്കുള്ള ഒരു സക്സസ് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്കുള്ള ഏത് തടസ്സമാകട്ടെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയതാകട്ടെ, ആ കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം വരാണ്. ഇവിടെ ടവർ ബ്രേക്ക് ആവുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥന, നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള വിശ്വാസത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എത്രമാത്രം ആഗ്രഹത്തോടു കൂടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ ആഗ്രഹം യൂണിവേഴ്സ് കാണാതെ പോവില്ല. നിങ്ങളിലേക്കുള്ള ആ ഒരു ബ്ലോക്കേജ്, ആ ഒരു ടവർ ബ്രേക്ക് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് പ്രകാശമാണ് വരുന്നത്, ഒരു ബ്രൈറ്റനിങ് ആണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഈ സ്ക്വിറൽ അത്രമേൽ വിഷമിച്ച് ഇരിക്കുകയാണ്. എന്നാൽ ഈ ടവർ ബ്രേക്ക് ആവുന്നതോടൊപ്പം തന്നെ സ്ക്വിറൽ കാണുന്നത് എന്താണ്? പ്രകാശമാണ്, ഒരു ബ്രൈറ്റനിങ് ആണ്. അതെന്താണ്? നിങ്ങളെന്ന വ്യക്തിയിലേക്കുള്ള യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ്
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൽ ഒരു പുരോഗതി തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം സാധിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ ടവർ ബ്രേക്ക് ആവുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളിലേക്കുള്ള ഈ ടവർ ബ്രേക്ക് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു. ഈ പിക്ചർ നോക്കൂ. ഇവിടെ ഒരു ബക്കറ്റുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് അല്ലേ? അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ തന്നെ ഹീലാക്കിയിട്ടുണ്ടാവണം. അവർക്ക് നിങ്ങളോടുള്ള പ്രണയത്തിന്റെ തീവ്രത കൂടിയിട്ടുണ്ടാവണം. എന്തിനൊക്കെ വേണ്ടിയിട്ട് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി, അത് യാഥാർത്ഥ്യമാണ്, അല്ല എന്നല്ല പറയുന്നത്. അത് അവരിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ രണ്ടുപേർക്കും എന്താണ് യഥാർത്ഥ പ്രണയമെന്ന് മനസ്സിലാവില്ല അല്ലേ? നമ്മൾ എപ്പോഴും അവൈലബിൾ ആണ് ആ പേഴ്സൺ എങ്കിൽ അവർക്ക് നമ്മളുടെ വാല്യൂ മനസ്സിലാവില്ല. നമ്മളെ കിട്ടാതെ വരുമ്പോൾ, നമ്മളെന്ന വ്യക്തിയുടെ സ്നേഹം അറിയാതെ വരുമ്പോൾ, ഒരു മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആ ഒരു കാര്യം അവർക്ക് മനസ്സിലാവുക. എത്രമാത്രം നിങ്ങൾ അവരെ പ്രണയിച്ചിരുന്നു എന്ന്, അല്ലെങ്കിൽ അവരെത്രമാത്രം നിങ്ങളെ പ്രണയിച്ചിരുന്നു എന്ന്. ഇന്ന് എല്ലാ മനുഷ്യരും അവരവരുടെ സുഖം നോക്കിയാണ് പോകുന്നത്. ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പ്രണയിച്ചവരാവാം, എന്നാൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലം ചിലവരൊക്കെ അവരുടെ കരിയർ നോക്കിയിട്ടൊക്കെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. എന്നാൽ എത്രയൊക്കെ ഓടിയാലും, എത്രയൊക്കെ നമ്മൾ സ്നേഹിച്ച വ്യക്തിയിൽ നിന്ന് മാറിപ്പോയാലും ഒരു ടൈമുണ്ട്. ആ ടൈമിൽ അവർക്ക് മനസ്സിലാവും ഏതാണ് യഥാർത്ഥ പ്രണയമെന്ന്. അപ്പോൾ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ഞാനും എൻ്റെ പേഴ്സണും തമ്മിൽ ഈ ഒരു നോ കോണ്ടാക്ട് വന്നത്? ഞാൻ കാരണമാണോ അല്ലെങ്കിൽ അവർ കാരണമാണോ? നമ്മളിങ്ങനെ പിരിഞ്ഞിരിക്കേണ്ട വ്യക്തികളല്ല, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്ന് ചിന്തിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം വരുമ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ച ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. അതിനുള്ളൊരു സമയമായി എന്ന് തന്നെയാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ കൊടുത്ത സ്നേഹം അതിനേക്കാളും ഇരട്ടിയായിട്ട് ഇപ്പോൾ തോന്നാണ്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർ മനസ്സിലാക്കാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു, നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടാവാം, കുറെ ആയി റീഡിങ്സ് കാണുന്നു, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരൂ? യെസ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ നാലാമത്തെ കാർഡ്, ഫോർത്ത് കാർഡ് ദ സൺ ആണ്. സൺ എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് മീൻ ചെയ്യേണ്ടത്. ഒരു സക്സസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്, ഒരു ഹാപ്പിനെസ്സിനെയാണ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുന്നു, അത് വന്നു കഴിഞ്ഞാൽ അത്രമാത്രം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് യെസ് കാർഡ് പറയുന്നത്. ഞാൻ പറയാണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഇനിയും ഹീലാവാത്തവരുണ്ടെങ്കിൽ ഹീലാവൂ. ഒരാളോട് നമുക്ക് ദേഷ്യ വൈരാഗ്യം വേണ്ട, നമുക്ക് നല്ലൊരു മനസ്സാണ് വേണ്ടത്. അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വിഷമം വന്നിട്ടുണ്ടാവും, മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് അത്ര പെയിൻ വന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിഷമം വന്നിട്ടില്ലേ? അപ്പോൾ യൂണിവേഴ്സ് പറയാണ് അവരോട് ദേഷ്യ വൈരാഗ്യമൊന്നും വേണ്ട. നിങ്ങളും ഏതെങ്കിലും ചെറിയ രീതിയിൽ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവാം, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടൊക്കെ. അപ്പോൾ നമ്മളും തെറ്റ് ചെയ്തിട്ടുണ്ട്, അവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റൊക്കെ നമുക്ക് ഇനി ആവശ്യമില്ല. എന്താ ചെയ്തതെന്ന് നമുക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വേണമെങ്കിൽ നിങ്ങൾ ഹീലാവുക. നിങ്ങൾക്ക് അവരോടുള്ള ദേഷ്യം വൈരാഗ്യവും എല്ലായിടത്തും മാറ്റാം. അവരും ആ ഒരു കാര്യം മറന്നുകൊണ്ടായിരിക്കണം നിങ്ങളിലേക്ക് വരിക. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി വഴക്കൊന്നും ഉണ്ടാക്കരുത്. നല്ലപോലെ സംസാരിച്ച് നിങ്ങളുണ്ടായ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താം. അത്രേ ചെയ്യണ്ടു കേട്ടോ. അതിനെക്കുറിച്ച് ചൊല്ലിയിട്ട് ഇനി വഴക്കുണ്ടാക്കരുത്. അവരവരുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ. അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ ലവേഴ്സ് ആണ്. വേറെ ഒന്നും പറയാനില്ല. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നത് അത്രമേൽ പ്രണയത്തോടു കൂടിയാണ്. ഈ കാർഡ് പറയാണ് നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്.
നിങ്ങളുടെ പ്രണയം അത്രമേൽ യൂണിവേഴ്സ് കാണുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സ് കാണുന്നുണ്ട്. വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവര് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവാം, പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയമാണ്. രാത്രി കാലങ്ങളിലായിരിക്കണം അവർ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നത്. പകൽ സമയത്ത് അവരവരുടെ കരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണ്ടാവാം, നിങ്ങളെ ഓർക്കുന്നില്ല എന്നല്ല പറയുന്നേ. രാത്രി കാലങ്ങളിൽ നിങ്ങൾ സംസാരിച്ചിരുന്ന നിമിഷങ്ങൾ, നിങ്ങളുടെ മൊത്തമുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ അവർ ഓർത്തെടുക്കുന്നുണ്ടാവാം. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഈ ലവേഴ്സ് കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 10 ഓഫ് പെന്റക്കിളാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നേടിയതിന് കൂട്ടത്തിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി വന്നു തുടങ്ങിയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പുരോഗതി വരുമ്പോൾ, അബൻഡൻ വരുമ്പോൾ, പിന്നെ എന്താണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരിക? നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടാണ്, ഒരു റീയൂണിയൻ ആയിട്ടാണ്. ഒത്തിരി പേർക്ക് എൻഗേജ്മെന്റും മാരേജിലേക്കൊക്കെ എത്താം. ഒരു ഫാമിലി കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് തരുവാനായിട്ട് യൂണിവേഴ്സ് ഒരുങ്ങുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ എത്ര കണ്ട് വിഷമിച്ചിട്ടുണ്ടോ അതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് സന്തോഷം യൂണിവേഴ്സ് തരും. യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നല്ലൊരു വ്യക്തിയായി മാറാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് യൂണിവേഴ്സ് തരാൻ പോവുകയാണ്. നിങ്ങൾ വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കുവാനും കാണുവാനും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. അതെങ്ങനെ ചെയ്യണമെന്ന് ഒരു വ്യക്തത വരുത്തുമെന്നാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് കറണ്ട് സിറ്റുവേഷനെയാണ് മെയിൻ ചെയ്യേണ്ടത്. 5 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ തോറ്റുപോയിട്ടുണ്ടാവാം, നിങ്ങളെ കാണുവാനായിട്ടുള്ള അവസരങ്ങൾ അവർ മിസ് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ വീണ്ടും വീണ്ടും അവർ പരിശ്രമിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളോട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, വരാതിരുന്നിട്ടുണ്ടാവാം. അത് മറ്റുള്ള വ്യക്തികളോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം മൂലമാണ്. എന്നാൽ ഇപ്പോൾ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ പ്രണയം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആദ്യത്തെക്കാളും കൂടുതലായിട്ട് പരിശ്രമിക്കുന്നത് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിഷമിക്കരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്ന പോലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന യൂണിവേഴ്സുമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ആ അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തൂ. യൂണിവേഴ്സിനോട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൂ. ആ ഒരു കാര്യം യൂണിവേഴ്സ് കാണാതെ പോവില്ല. അപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ ബ്ലോക്കേജ് മാറാൻ പോകുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോഴാണ് നിങ്ങൾ സന്തോഷിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് വരുവാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമൊത്തുള്ള ഒരു ജീവിതമാണ്. അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓറക്കൽ കാർഡ് കൂടെ എടുക്കാം. ഏഞ്ചലിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്, നമുക്ക് നോക്കിയാലോ. ഇവിടെ 4 ഡെക്സ് ആണ് യൂണിവേഴ്സ് നമുക്ക് കാർഡ്സിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ചലഞ്ചസ് ദാറ്റ് ക്രിയേറ്റ് സ്പേസ് ബിറ്റ്വീൻ യു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിടയിൽ ഇടം സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനെ മാക്സിമം നിങ്ങളിലേക്ക് യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടാവാം, നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. ആ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ കൊണ്ട് മാത്രമേ ആ കാര്യം സാധിക്കൂ എന്ന് പറയുന്നു. നിങ്ങളെന്ന വ്യക്തിയെ ഉണർത്താനാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. എത്രയൊക്കെ ഡിസ്റ്റൻസ് നിങ്ങളിലേക്ക് വന്നാലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സെക്കൻഡ് കാർഡ് സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത്. ഫൈൻഡിങ് യുവർ ബാലൻസ് ആൻഡ് നോട്ട് റോക്കിംഗ് ദി ബോട്ട് എന്ന് പറയുന്നു. യൂണിവേഴ്സ് പറയുന്നത് ബാലൻസ് കണ്ടെത്തി ജീവിക്കാനാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മനസ്സിനെ ബാലൻസിൽ കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കാം ആൻഡ് സ്റ്റഡി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം. ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് പറയാണ്. തേർഡ് കാർഡ് പറയുന്നത് റാംബ്ലിംഗ് റോസ് എന്നാണ്. ഗ്രോവിംഗ് അപ്പാർട്ട് ഓർ ഗെറ്റിംഗ് സം സ്പേസ് ടു തിങ്ക് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ് ചിന്തിക്കാനായിട്ട്, ഇടം നേടാനായിട്ട്.
നല്ലൊരു പ്ലേസ് നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് നിങ്ങൾ കണ്ടെത്തുക. ആ ഒരു സ്ഥലത്ത് പോയിരുന്നു കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്, ഒരു വ്യക്തത വരുത്താനായിട്ട് യൂണിവേഴ്സ് പറയാണ്. ഫോർത്ത് കാർഡ് പറയുന്നത് ലവ്സ് വിങ്സ് എന്നാണ്. പുട്ട് എ സൈഡ് ഡിഫറൻസ് ആൻഡ് സോ ടു ദ നെക്സ്റ്റ് ലെവൽ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഒരു ഡിവൈൻ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഈ വിഷമഘട്ടത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു ഏഞ്ചൽ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ആ ഏഞ്ചൽ പറയാണ്, വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഉയരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഏജിന്റെ വ്യത്യാസം ഉണ്ടാവാം, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവാം, എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവാം, ഇനി കാസ്റ്റിന്റെ വ്യത്യാസം ഉണ്ടാവാം. ആ ഒരു കാരണം കൊണ്ടായിരിക്കണം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയാണ്, ആ കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് മാറ്റിവെക്കും. നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളോട് ഉയരാനാണ്, അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളോട് ഉയരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ തളർന്നിരിക്കേണ്ട വ്യക്തികളല്ല. നിങ്ങൾ എന്ന വ്യക്തിയെ യൂണിവേഴ്സ് നയിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഓരോ വ്യക്തികൾക്കും അവർക്ക് ഏഞ്ചൽ ഉണ്ട്. നിങ്ങളുടെ നന്മ തന്നെയാണ് യൂണിവേഴ്സ് കാണുന്നത്. നിങ്ങൾ തളർന്നു പോകാതിരിക്കാനായിട്ട്, നിങ്ങൾക്ക് താങ്ങായിട്ട് യൂണിവേഴ്സ് ഏഞ്ചലിനെ വരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറഞ്ഞു തരേണ്ടത്? നിങ്ങൾ തളർന്ന നിമിഷങ്ങളിൽ, നിങ്ങൾ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ്. നിങ്ങളോടൊരു സ്പേസ് കണ്ടെത്തി നല്ലപോലെ ആലോചിക്കാനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇന്ന് ഡിസ്റ്റൻസ് ആയിട്ടുള്ളത്, ആ ഒരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് അടുത്ത ലെവലിലേക്ക് ഉയരാനാണ് പറയുന്നത്. ആ ഒരു വ്യത്യാസത്തിന്റെ പേരിലാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നതെങ്കിൽ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ നല്ലതുപോലെ പ്രവർത്തിക്കും, നിങ്ങളുടെ ബെറ്റർ ലൈഫിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഏഞ്ചൽ നമ്മളോട് പറയുന്നത്. ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും എന്നെ അറിയിക്കാം. ഇനി ഒരു കാര്യം കൂടി, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെയല്ല റെസിനേറ്റ് ആവുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് വന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. പേഴ്സണൽ റീഡിങ്ങിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം നിംസ്.